നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യ മരിച്ചു. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ കുത്തേറ്റ് മരിച്ച ഷാരിമോൾ കോഴഞ്ചേരിക്ക് സമീപമുള്ള ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയാണ്. ജോലി കഴിഞ്ഞ് പതിവ് പോലെ ശനിയാഴ്ച രാത്രി 8:30യോടെയാണ് ഭർത്താവ് അജി തന്റെ ഇരുചക്ര വാഹനത്തിൽ ഷാരിമോളെ കയറ്റിക്കൊണ്ടുപോയത്. പോകും വഴി മക്കൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളും വാങ്ങിയിരുന്നു. വീടെത്തിയത് മുതൽ അജി ഭാര്യയോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിക്കാതെ വീട്ടുജോലികൾ തുടർന്ന ഭാര്യയെ മർദ്ദിച്ചെങ്കിലും കുട്ടികൾ ബഹളം വെച്ചതോടെ ഇയാൾ ശാന്തനായി. ഷാരി എല്ലാവർക്കും ഭക്ഷണം നൽകിയ ശേഷം കുട്ടികൾ കിടക്കാനൊരുങ്ങവെയാണ് വീണ്ടും വഴക്കുണ്ടായത്. ഭാര്യ ഇയാൾ മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. മർദ്ദിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാനെത്തിയ ഭാര്യ പിതാവ് ശശിയുടെ വയറ്റിലും കുത്തി. റോഡിന് എതിർവശം താമസിക്കുന്ന ശശിയുടെ സഹോദരി രാധാമണി ബഹളം കേട്ട് ഓടിയെത്തി. നിലവിളിച്ച അവരെയും അജി കുത്തി. ശശിയുടെ ഭാര്യ സാവിത്രി ഈ സമയം വീട്ടിലില്ലാതിരുന്നതിനാൽ അവർ രക്ഷപ്പെട്ടു. തുടർന്ന് ആയുധവുമായി മുങ്ങിയ ഇയാൾ പത്തനംതിട്ട എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഷർട്ട് അജിയുടേതാണെന്ന സംശയവും പോലീസിനുണ്ട്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അജി ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരു തവണ അജിയുടെ മർദ്ദനത്തെ തുടർന്ന് ഷാരിമോൾക്ക് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നു. ഇതോടെ ഷാരി പോലീസിൽ പരാതി നൽകിയിരുന്നു. അജിയെ വിളിച്ച് താക്കീത് ചെയ്ത പോലീസ് ഷാരിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇനി വീട്ടിലേക്ക് എത്തരുതെന്ന് താക്കീത് ചെയ്താണ് വിട്ടയച്ചത്. അങ്ങനെ 6 മാസത്തോളം മാറി നിന്ന ഇയാൾ പിന്നീട് കുട്ടികളെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കയറിക്കൂടുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 1 മാസം മാത്രം സ്വന്തം വീട്ടിൽ ഭാര്യയുമൊത്ത് ജീവിച്ച അജി പിന്നീട് ഷാരിമോളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ പൊതു ശുചിമുറിയിൽ ഇയാൾ ഭാര്യയുടെ മൊബൈൽ നമ്പർ എഴുതി വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർ വിളിച്ചപ്പോൾ നമ്പർ എവിടെ നിന്നു കിട്ടിയെന്ന് തിരക്കിയപ്പോഴാണ് ഷാരിമോൾ വിവരം അറിയുന്നതും ഒരു ബന്ധുവിനെ കൂട്ടി അവിടെ എത്തി ശുചിമുറി സൂക്ഷിപ്പുകാരനോട് വിവരം പറഞ്ഞ് ആ നമ്പർ തുളച്ചു കളഞ്ഞതും. അജി മർദ്ദിച്ചതിന് 6 വട്ടം ഷാരിമോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പലതവണ ഇയാൾക്ക് പോലീസ് കൗൺസിലിംഗും നൽകിയിട്ടുണ്ട്. ഷാരിമോളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 3 വർഷമായി PTA പ്രസിഡന്റ് പദവി നോക്കുന്ന ഷാരിമോൾ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നതായി MTLP സ്കൂൾ പ്രധാനാധ്യാപിക മറിയാമ്മ ചാക്കോ പറഞ്ഞു. LKG വിദ്യാർത്ഥിനി ശ്രാവണിയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനി വേണിയും ഇവിടെ പഠിക്കുന്നു. മൂത്ത കുട്ടി ആവണിയും ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. കുട്ടികളുടെ പഠനകാര്യങ്ങൾ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഷാരി സ്കൂളിലെ കുട്ടികൾക്കുള്ള കളിയൂഞ്ഞാൽ നിർമ്മിച്ചു നൽകാൻ ഭർത്താവിനോട് പറഞ്ഞതനുസരിച്ചാണ് അത് തയ്യാറായത്.